ഹലോ, ഇന്ന് നമുക്ക് രാവിലെ തൊട്ട് വൈകിട്ട് വരെ ഞാൻ എന്തൊക്കെയാണ് ഉണ്ടാക്കിയെന്നുള്ള കാര്യങ്ങൾ കാണിച്ചു തരാം കേട്ടോ. രാവിലെ തന്നെ അപ്പവും മുട്ടയുമായിരുന്നു, നല്ല സോഫ്റ്റ് നല്ല അടിപൊളി അപ്പമായിരുന്നു കേട്ടോ. ഇന്നത്തെ മുട്ടക്കറിയും ഞാൻ വെച്ചു. അതാണ് മീനുട്ടിനെ സ്കൂളിലും ഞാൻ കൊടുത്തു വിട്ടത്. അത് ഒരു 3 കൊടുത്തു വിട്ടാൽ മതി കേട്ടോ. കുഞ്ഞപ്പമാണേ. ഞാനിങ്ങനെ മറ്റേ ഇങ്ങനെ എന്തുവാ ദോശക്കല്ലിലിട്ട് ഉണ്ടാക്കിയിട്ടാണ് എടുത്തത് കേട്ടോ, അല്ലാതെ മറ്റേ അപ്പച്ചട്ടിയിലല്ലേ. അതും കഴിച്ചു. ഉച്ചയായപ്പോഴത്തേക്ക് അതുപോലെ ചോറ് റൈസ് കുക്കറിലോട്ട് അരി കഴുകി തിളപ്പിച്ച് വെച്ചു കേട്ടോ. അപ്പോൾ ഉച്ചക്കത്തേക്ക് ക്യാരറ്റ് തോരനും മീനുമാണ് ഇന്ന് ഞാൻ വെച്ചത്. അപ്പോൾ ഞാൻ തേങ്ങയൊക്കെ തിരുമ്മി ഞാൻ ഫ്രിഡ്ജിൽ വെക്കും കേട്ടോ. ഒരു തേങ്ങ പൊട്ടിച്ച് അത് ഞാൻ തിരുമ്മി അങ്ങ് വെക്കും, ഇല്ലെങ്കിൽ കേടായി പോകും. ഞങ്ങൾക്ക് ഇച്ചിരി എടുക്കത്തുള്ളൂ തേങ്ങയൊക്കെ. അതുകൊണ്ട് ഞാൻ അങ്ങനെ തിരുമ്മി ഫ്രീസറിൽ വെക്കുവാണെങ്കിൽ എനിക്ക് ഒരാഴ്ചത്തേക്കൊക്കെ കാണും കേട്ടോ. എന്നിട്ട് ക്യാരറ്റ് ഇങ്ങനെ ചോപ്പറിട്ടൊന്ന് ചോപ്പ് ചെയ്തെടുത്ത് ക്യാരറ്റ് സവാളയും പച്ചമുളക് അരിഞ്ഞും കൂടി ഇട്ട് കേട്ടോ. എന്നിട്ട് നമ്മൾ തേങ്ങ ഇട്ട്, ഞാൻ തേങ്ങ ചതയ്ക്കത്തൊന്നുമില്ല എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ. തേങ്ങ ചതയ്ക്കുന്നതിൻ്റെ ടേസ്റ്റ് ഞങ്ങൾക്ക് ഇഷ്ടമല്ല. മീനൂട്ടന് ക്യാരറ്റ് തോരനേ ഇഷ്ടമല്ല കേട്ടോ. എനിക്ക് മാത്രമാണ് ഞാനിത് വയ്ക്കുന്നത്. അവൾക്ക് ഇതിനോട് വലിയ താല്പര്യമില്ല. മധുരമാണെന്ന് പറഞ്ഞ് കൊച്ചു കഴിക്കാറില്ലേ. അപ്പം ഞാൻ കുറച്ച് തേങ്ങ ഇട്ട്, ഞാൻ ഒരുപാട് തേങ്ങ ഞാൻ കഴിക്കാറില്ല. അപ്പോൾ ഇതിന് തേങ്ങയില്ലെങ്കിൽ കൊള്ളൂല്ല. അതുകൊണ്ട് ഞാൻ അതിൻ്റെ അകത്തൊരു കുറച്ച് തേങ്ങ വേണമല്ലോ എന്ന് ഓർത്തിട്ടു. എന്നിട്ട് അത് ഞാൻ കടുക് വറുത്തെല്ലാം വെച്ചു. ഒരു 5 മിനിറ്റ് അടച്ച് വെച്ച് വേവിച്ചെടുത്തേ. 2 പരുവാകുമ്പോൾ ഞാൻ ഇറക്കും. ഒരുപാട് ഞാൻ വേവിക്കില്ല കേട്ടോ. പിന്നെ ഈ മീൻ കൂട്ടാൻ വയ്ക്കുന്നതൊക്കെ എപ്പോഴും ഞാൻ കാണിക്കുന്നില്ലയോ. മീൻ വറക്കുന്നത് സാധാരണ വറക്കുന്ന പോലെ തന്നെ മുളക് പൊടി, കുരുമുളക് പൊടി, ഉപ്പും മഞ്ഞൾപ്പൊടി ഇട്ടാണ് മീൻ വറുത്തത്. സാധാരണ മുളക് കറിയാണ് ഞാൻ മീനും വെച്ചത്. അത് പിന്നെ ഞാൻ എടുത്ത് കാണിച്ചൊന്നുമില്ല കേട്ടോ, വെട്ടുന്നൊന്നും കാണിച്ചൊന്നുമില്ല. അപ്പോൾ നമുക്ക് ഉച്ചക്കത്തേക്ക് ചോറ് വിളമ്പി മീനും സ്കൂളിൽ പോയതുകൊണ്ട് ഞാൻ ഒറ്റയ്ക്കിരുന്നാണ് കഴിച്ചത്. മീനും ക്യാരറ്റ് തോരനും മീൻ കറിയുമായിരുന്നേ. ക്യാരറ്റ് തോരൻ ഞാൻ ഏറെ എടുത്തായിരുന്നു കേട്ടോ. ചോറ് ഞാൻ കുറച്ചേ കഴിച്ചുള്ളൂ. ചോറ് ഞാൻ ഇച്ചിരിയേ കഴിക്കത്തുള്ളൂ, ഒരുപാട് ചോറ് കഴിക്കില്ല. ചപ്പാത്തിയാണ് ഞാൻ ഏറെ കഴിക്കുന്നത്. അപ്പോൾ ഞാൻ ഏറെ ക്യാരറ്റ് തോരൻ എടുത്തായിരുന്നേ. എന്നിട്ട് അതും കൂട്ടി ഉച്ചയ്ക്ക് ഞാനങ്ങ് കഴിച്ചു. നിങ്ങളെല്ലാവരും എൻ്റെ ചാനൽ കാണണം, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ എനിക്ക് മുമ്പോട്ട് പോകാൻ പറ്റത്തുള്ളൂ കേട്ടോ. അതുകൊണ്ട് നിങ്ങളെല്ലാവരും എൻ്റെ ചാനൽ കണ്ട് സപ്പോർട്ട് ചെയ്യണേ. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ മുളക് കറി വെച്ചിട്ട്. എന്നിട്ട് വൈകിട്ട് ഞാൻ മീനുട്ടനെ വിളിക്കാൻ പോയപ്പോഴത്തേക്ക് ഞാൻ ബോണ്ടയും ഉഴുന്നുവടയൊക്കെ വാങ്ങിച്ചുകൊണ്ടിരുന്നായിരുന്നു. അപ്പോൾ ചായ ഇട്ട് ഞാൻ മീനൂട്ടന് ഞാൻ ബ്രൂ വിട്ട് കോഫിയാണ് എടുത്തത്. എന്തൊക്കെയാണ് ഞാൻ പറയുന്നതല്ലോ. ഞാൻ ചായ എന്ന് പറഞ്ഞാൽ ഞാൻ ഒരുപാട് ഇങ്ങനെ തിക്കായിട്ട് പാല് ഒഴിച്ചിട്ട് ഞാൻ ചായ കുടിക്കാറില്ല കേട്ടോ. അതുകൊണ്ട് ഞാൻ ആദ്യം തന്നെ കെറ്റിലോട്ട് വെള്ളം വെച്ചിട്ട് പിന്നെ ചായപ്പൊടി ഞാനിട്ട് തേയിലപ്പൊടി ഇട്ട് ആ കെറ്റിലെ വെള്ളം എടുത്ത് കുറച്ച് ഒഴിക്കുവേ. അല്ല ഞാനിങ്ങനെ അടുപ്പത്ത് വെച്ച് തിളപ്പിക്കത്തില്ല കേട്ടോ. അപ്പോൾ അതിൻ്റെ കടുപ്പം അങ്ങ് ഇറങ്ങിക്കോളും. കുറച്ച് സമയം ഇരിക്കുമ്പോൾ അതിൻ്റെ കടുപ്പം ഇറങ്ങുവേ. അതിൻ്റെ അകത്തോട്ട് ഞാൻ പാലൊഴിച്ച് അങ്ങനെയാണ് ഞാൻ ചായ എടുത്തത്. ഞാൻ മധുരം ഇടാറില്ല, ഞാൻ മധുരം കഴിക്കില്ല. മധുരം കഴിക്കത്തില്ല എന്നല്ല, കഴിക്കുന്ന കുറച്ചാട്ടോ. മധുരമൊക്കെ ഇഷ്ടമാണ്, പക്ഷേ ഞാനിപ്പോൾ ഒരുപാട് കുറച്ചു. ചായക്കകത്ത് ഞാൻ മധുരം ഇടാറില്ല കേട്ടോ. അങ്ങനെ മീനൂട്ടന് ഞാൻ കോഫി എടുത്തു, എനിക്ക് ചായ എടുത്തു. മീനൂന് ഇങ്ങനെ അടിച്ച് പതപ്പിച്ചൊക്കെ കൊടുക്കണം. അതങ്ങനെയൊക്കെ കൊടുത്താലൊക്കെ കുടിക്കൂ, അല്ലാതെ ചുമ്മാ കൊടുത്താൽ കുടിക്കൂല കേട്ടോ. പിന്നെ എനിക്ക് കുറച്ച് ഞാൻ ഒഴിച്ചു. ബാക്കി ഞാൻ കുറച്ചുണ്ടായിരുന്നത് അണ്ണാൻകുഞ്ഞിന് കൊടുക്കാമെന്ന് ഓർത്ത്. ഇവിടെ 2 അണ്ണാൻകുഞ്ഞുണ്ടേ. അണ്ണാൻകുഞ്ഞിനെ ഞങ്ങൾ ഇങ്ങനെ കൂട്ടിലിട്ടേക്കണം. അത് വലുതാകുമ്പോൾ ഞങ്ങൾ അഴിച്ചുവിടും കേട്ടോ. അത് കുഞ്ഞായിട്ട് ഇവിടെ വന്നതാണേ. അപ്പോൾ പട്ടിയും പൂച്ചയും പിടിക്കേണ്ടതെന്ന് ഓർത്ത് ഞങ്ങളതിനെ കൂട്ടിലിട്ട് ഇനി കുറച്ചുകൂടി വലുതാകുമ്പോൾ ഞങ്ങൾ അതിനെ അഴിച്ചുവിടും കേട്ടോ. അപ്പോൾ അണ്ണാൻകുഞ്ഞിന് പാൽ കൊടുത്ത് അത് കുടിക്കും കേട്ടോ. ഭയങ്കര ഇഷ്ടമാണ് പാൽ. ഇച്ചിരി പഞ്ചസാരയൊക്കെ ഇട്ട് കൊടുക്കണം, നന്നായിട്ട് കുടിക്കുക. അതുങ്ങൾക്ക് ഭയങ്കര ഇഷ്ടമാണേ. അങ്ങനെ ഞങ്ങൾ ചായ കുടിച്ചു. ചായയും ബോണ്ടയും ഉഴുന്നുവടയും പരിപ്പോടയൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അതിൻ്റെ കൂടെ ഒരു ചമ്മന്തിയും കൂടെ ഉണ്ടായിരുന്നു. എനിക്ക് ആ ചമ്മന്തി ഇഷ്ടമല്ല, മീനോട്ടിന് അത് ഭയങ്കര ഇഷ്ടമാണ്. അതുകൊണ്ട് ഞങ്ങൾ ചോദിച്ച് വാങ്ങും. മീനും ആ ചമ്മന്തി ഉണ്ടെങ്കിൽ ഇത് കഴിക്കൂ. പക്ഷെ ഉള്ളിവടയ്ക്ക് നല്ല ടേസ്റ്റായിരുന്നു, നല്ല മുരുമുരാന്നുണ്ടായിരുന്നു കേട്ടോ. ബാക്കി കുഴപ്പമില്ല. ഞങ്ങൾ മിക്കപ്പോഴും ഇങ്ങനെ വാങ്ങാറുണ്ട്. മീനോട്ടിനെ ഇങ്ങനെ വിളിച്ചുകൊണ്ട് വരുന്ന വഴിക്കോട്ടൊരു കടയുണ്ട്, അവിടെ നിന്ന് വാങ്ങുന്നതാണ്. ഇത് ഞാൻ അണ്ണാൻകുഞ്ഞിന് വാങ്ങിച്ചത് കേട്ടോ. ലിറ്റിൽ ഹാർട്സ് എന്ന് പറഞ്ഞിട്ടൊരു ബിസ്ക്കറ്റിൻ്റെ പാക്കറ്റ് ഇല്ലയോ അണ്ണാൻകുഞ്ഞിന്. അപ്പോൾ അതിലൊരെണ്ണം അങ്ങെടുത്ത് കഴിക്കാൻ ഓർത്ത് അതും കഴിച്ചു. പിന്നെ വൈകിട്ട് ഞാൻ വീറ്റിൻ്റെ ബ്രെഡായിരുന്നു, കടലക്കറിയും ഓംപ്ലേറ്റ്.